നമസ്കാരം. വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ തുഞ്ചൻ വിദ്യാരംഭം കലോത്സവം സെപ്റ്റംബർ 24 മുതൽ ഒക്ടോബർ 2 വരെ തിരൂർ തുഞ്ചൻ പറമ്പിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സെപ്റ്റംബർ 24 വൈകിട്ട് 5 മണിക്ക് വിനീത നെടുങ്ങാടി വിദ്യാരംഭം കലോത്സവം ഉദ്ഘാടനം ചെയ്യും. തിരൂർ ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ പ്ലാന്റിന്റെ പ്രവർത്തനം നിലച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നിലവിലുള്ളത് റിപ്പയർ ചെയ്യാനോ പകരം സംവിധാനം ഉണ്ടാക്കുന്നതിൽ അധികൃതർ മൗനം പാലിക്കുകയാണെന്ന് താലൂക്ക് സഭ കുറ്റപ്പെടുത്തി. നിലവിൽ 70,000 രൂപ ഉപയോഗപ്പെടുത്തിയാണ് മാസം തോറും ജില്ലാ ആശുപത്രിയിൽ ഓക്സിജൻ വാങ്ങുന്നത്. തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഈ മാസം 22 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് 2 മണിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കും. പുത്തനത്താണി അല്ലൂർ രണ്ടാൽ തിരൂർ റോഡിനെ ബന്ധിപ്പിക്കുന്ന പ്രധാനമന്ത്രി ഗ്രാമീണ പദ്ധതി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ. കോട്ടക്കൽ പുത്തനത്താണി ഭാഗത്തു നിന്നും കുറ്റൂര് ബിപിയങ്ങാടി ചമ്രോട്ടം ഭാഗത്തേക്ക് വാഹനയാത്രക്കാർക്ക് എളുപ്പമാർഗമായി യാത്ര ചെയ്യാവുന്ന റോഡാണ് പൊളിഞ്ഞ് തകരാറിലായത്. തിരുനാവായ പഞ്ചായത്തിൽ വികസനം ഇല്ല, നടക്കുന്നത് അധികാര കൈമാറ്റ തർക്കം മാത്രമെന്ന് CPIM തിരുനാവായ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈജു. സെപ്റ്റംബർ 22 നിലവിലെ ഭരണസമിതിയുടെ 3ാമത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് CPIM പ്രതികരണം. റോഡ് വികസനത്തിന് സ്ഥലം വിട്ടു നൽകിയ എടക്കുളം AMUP സ്കൂൾ. എടക്കുളം കിഴക്കൻമുക്ക് മണ്ണാരംകുന്ന് റോഡിന്റെ വികസനത്തിനാണ് എടക്കുളത്തെ പരേതനായ VP രായൻകുട്ടി ഹാജിയുടെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള UP സ്കൂളിന്റെ ഭൂമി റോഡ് വികസനത്തിനായി വിട്ടു നൽകി മാതൃകയായത്. ക്രിയേഷനും ജ്വാല ഫിലിം സൊസൈറ്റിയും ചേർന്നൊരുക്കി M ആസാദ് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സീത എന്ന ഹ്രസ്വചിത്രത്തിന്റെ ഗ്രാൻഡ് പ്രീമിയർ ഷോ പൂങ്ങോട്ടുകുളം ഗ്രാൻഡ് പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ബിപിയങ്ങാടി GMUPS സ്കൂൾ തല സ്പോർട്സ് ചാമ്പ്യൻസ് കാർണിവൽ സംഘടിപ്പിച്ചു. ചടങ്ങ് തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ ഉദ്ഘാടനം ചെയ്തു. തിരൂർ AAK മാളിന്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് ലേൺഫിഡൻസ് അക്കാദമിയും തിരൂർ AAK മാളും സംയുക്തമായി സൗജന്യ പഠന പരിഹാര ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി വിദ്യാർത്ഥികൾ സംബന്ധിച്ചു. തൃപ്രങ്കോട് പരപ്പേരി BEM UP സ്കൂൾ ഫ്ലവേഴ്സ് ഡേ സംഘടിപ്പിച്ചു. അധ്യാപകരും PTA-യും പഞ്ചായത്തിന്റെ സഹായവും ചേർന്ന് സ്കൂളിൽ ചെണ്ടുമല്ലി കൃഷി ഉണ്ടാക്കിയ ഇടത്തിൽ നിന്നാണ് കുരുന്നുകൾ ആഘോഷിച്ചത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.